ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. നമ്മൾ ഇന്നൊരു ഓണം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് SM സ്ട്രീറ്റിലൊക്കെയാണ് നമ്മൾ കറങ്ങി നടന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എങ്ങനെയാ, നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഷോപ്പിംഗ് വീഡിയോ ഒന്ന് കണ്ടാലോ? ഇപ്പം നമ്മൾ SM സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് ഒരു 8 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ഹസ്ബൻഡും ഞാനും കൂടെയാണ് പോകുന്നത്. ഒരു നൈറ്റ് ഷോപ്പിംഗ് ആണ് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ബിസിനസ് ടൈമിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏട്ടനുള്ളതാണ് എടുക്കുന്നത്. കാരണം എൻ്റെതൊക്കെ എൻ്റെ ഷോപ്പിംഗ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. മലബാർ ഗോൾഡിൻ്റെ ബ്രാൻഡ് ന്യൂ ഷോറൂമാണ് കാണുന്നത്. നമ്മൾ കാലിക്കറ്റിൽ വേറൊരു സ്ഥലത്തായിരുന്നു, അതിപ്പം മാറ്റി അവർ ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തുള്ളത് സംഗീത് സിൽക്സ്. ഈ കാണുന്നത് നമ്മുടെ സ്വന്തം CSI ചർച്ചാണ്, മാനാഞ്ചിറയിലെ. കാലിക്കറ്റിലുള്ള ആളുകൾക്ക് നല്ലതായിട്ട് അറിയുന്ന സ്ഥലമാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ സുന്ദരിക്കുട്ടി മാനാഞ്ചിറ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായി ഒരു മണവാട്ടീനെ പോലെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് ഓണത്തിന് വരവായിട്ട്. SM സ്ട്രീറ്റിലോട്ടൊന്നും നമ്മൾ അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഒരു ജ്വല്ലറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ നോസ്പിൻ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, എക്സ്ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണ്. അറ്റ്ലസ് അരോസ സിഗ്നേച്ചർ ജ്വല്ലറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഓൾഡ് ഗോൾഡ് സ്ലിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ കൊടുത്ത ആ ഒരു ഗോൾഡ് അവർ ഗ്രാമൊക്കെ എത്രയാണെന്ന് നോക്കുകയാണ്. അത് നമുക്ക് എഴുതി തന്നു. പിന്നെ അറ്റ്ലസിനെ പറ്റി പറയുകയാണെങ്കിൽ അതെൻ്റെ ഹസ്ബൻഡ് എന്നെ ഒന്ന് സൈറ്റ് അടിച്ചു. ഓക്കെ, അറ്റ്ലസ് നമ്മൾ പണ്ട് മുതലേ നമ്മൾ പോകുന്ന ജ്വല്ലറിയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കല്യാണത്തിനുള്ളത് കല്യാണം എന്നാണ് എടുത്തതെങ്കിലും എൻ്റെ ഫേവറേറ്റ് അറ്റ്ലസ് ആണ് ഇപ്പോഴും. കാരണം അവിടുത്തെ ഗോൾഡൊക്കെ പെർഫെക്റ്റ് ആണ്. അതായത് ഒരുപാട് കാലം കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ലാതെ അത് നിന്നോളും. കളക്ഷൻസൊക്കെ അവരിപ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആക്ച്വലി ഇത് ക്ലോസിങ് ടൈമാണ്. അപ്പോൾ അവരതൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതെൻ്റെ പഴയ ന്യൂസ് റിംഗ്, അതായത് ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരുന്ന ന്യൂസ് റിംഗ്. ഇത് അവിടുത്തെ പൂക്കളാണ്. നല്ല രസമുള്ളൊരു പൂക്കളായിരുന്നു. A4 അറ്റ്ലസ് ഓർ അരോസോ, ഐ ഡോണ്ട് നോ, ആണ് അവർ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മീ മൈസെൽഫ്, ഞാനാണത്. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളാണ് അമൃത, എൻ്റെ പേര്. ഓക്കെ, ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയുകയാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത്. അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കയ്യിലിരിക്കുന്നതാണ് എൻ്റെ പുതിയ ബ്രാൻഡ് ന്യൂ നോസ് റിംഗ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഇട്ടൊക്കെ. ഇനിയാണ് ആക്ച്വലി നമ്മളൊരു മെയിൻ ട്രാഫിക് ബ്ലോക്കിലേക്ക് പോകാൻ പോകുന്നത്. കാരണം നമ്മൾ ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്. ഇവിടെ കാണുന്നത് നമ്മളെ ന്യൂ ബസ് സ്റ്റാൻഡാണ്. കോഴിക്കോടുള്ള ആളുകൾ ഡെയിലി വന്ന് പോകുന്ന സ്ഥലമാണ്. അത് ഞാൻ പുറത്തുള്ള ആളുകൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് അത്രയും പരിചിതമായ സ്ഥലമാണിത്. നേരെ കാണുന്നത് നന്ദിലത്ത് ജിമാർട്ട്. അവരൊക്കെ നന്നായിട്ട് ലൈറ്റൊക്കെ ഇട്ട്, ഫോക്കസ് മാളാണ് സൈഡിലുള്ളത്, ലൈറ്റൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കാരണം ഓണം ഷോപ്പിംഗ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇലക്ട്രോണിക്സ്. അപ്പം എന്നെ അടുത്തത് KSRTC ബസ് സ്റ്റാൻഡ്. KSRTCയുടെ സ്റ്റാൻഡ് ട്രിവാൻഡ്രത്തുള്ള സ്റ്റാൻഡ് പോലെ ഒരു കുറച്ച് നല്ല വലിയൊരു ടെർമിനലാണ് നമ്മുടെ കാലിക്കറ്റ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നേരെ കാണുന്നത് ഒരു ഗ്രീൻ ലൈറ്റ് ഇട്ടിരിക്കുന്നത് കസവ് കേന്ദ്ര, അവരുടെ ഷോറൂമാണ്. അതിൻ്റെ നടുക്ക് എൻ്റെ ഫേവറേറ്റ് സാഗർ ഹോട്ടലുണ്ട്. ഇവിടെയൊക്കെ ഓണം ഷോപ്പിംഗ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അത് അവിടെ ഭയങ്കര ബ്ലോക്ക് കണ്ടോ, അവിടെ കാറൊക്കെ അവിടേക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ക്യൂ ആയിട്ട് നിൽക്കുക. പിന്നെ നെക്സ്റ്റ് ലൈഫ് സ്റ്റൈല്, അത് കഴിഞ്ഞിട്ട് ഇമേജ് ഉണ്ട്. സ്പേസ് ഷിപ്പ് മാളാണ് നേരെ കാണുന്നത്. ഞാൻ മൈജിയിലോട്ടാണ് പോയത്. കാരണം ആക്ച്വലി എൻ്റെ ഫോണിന് കവറും ഗ്ലാസ്സൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് എൻ്റെ ഫോണിനെ സുന്ദര കുട്ടപ്പനാക്കണമായിരുന്നു. പിന്നെ ഇത് ഒരു ആപ്പിൾ കെയർ ഷോറൂമിൽ പോയതായിരുന്നു. അപ്പോൾ അവിടെ ഒരു പൂക്കളം കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. എൻ്റെ ഫോണിന് നല്ല ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോവാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ എന്തോ പുള്ളിയുടെ ഫോണിന് എന്തോ കവർ വാങ്ങിക്കാൻ വേണ്ടി കയറി. ഇത് നമ്മൾ സ്വന്തം SM സ്ട്രീറ്റ്, നമ്മളെ സ്വന്തം SM സ്ട്രീറ്റ്. ആക്ച്വലി നമ്മൾ ബൈക്ക് മാത്രം എടുത്തിട്ട് പോകാൻ കാരണം അവിടെ കാർ പാർക്കിംഗ് ഒന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ഒരു ഫെസ്റ്റിവൽ സീസണിന് ഭയങ്കര റഷായിരിക്കും അവിടെ. അപ്പോൾ ഈ 2 വീലർ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറ്റി നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ആക്ച്വലി ഇവിടെ നൈറ്റ് ഷോപ്പിംഗ് ആണ് കോമൺ ആയിട്ട് കൂടുതലായിട്ടുള്ളത്.
അപ്പം ആളുകൾ കൂടുതലായിട്ട് ഈ ഫെസ്റ്റിവൽ സീസണും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരിക്കും എല്ലാ റോഡും. എമ്മിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി. അപ്പം അവിടെ സൈഡിലായിട്ടൊരു ഐസ്ക്രീമിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വാനിലയുടെ കോൺ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ കഴിച്ചൊന്ന് റീചാർജ് ചെയ്തിട്ടാണ് എമ്മിലേക്ക് കയറുന്നത്. കാരണം നമ്മൾ ടയേർഡായി പോവും ഇറങ്ങുമ്പോഴേക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീംസ് കഴിച്ചു. ഞാൻ പൊതുവേ ഭയങ്കര സ്ലോ ആണ് കഴിക്കുന്നതിലൊക്കെ. അപ്പം ഹസ്ബൻഡ് കഴിച്ച് കഴിഞ്ഞു, പിന്നെ വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. ഞാൻ കഴിച്ചുകൊണ്ട് നടക്കുകയാണ് എമ്മിൻ്റെ കൂടെ. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു എം സ്ട്രീറ്റിൽ. കാരണം ഓണത്തിൻ്റെ തലേന്നാണ് ഈ ഒരു ഷോപ്പിങ്ങിന് ഞങ്ങൾ പോകുന്നത് തന്നെ. സോ നല്ല റഷായിരുന്നു. ഫസ്റ്റ് നമ്മളൊരു ഫുഡ്വെയർ ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചു. ഒരു കാഷ്വൽ ഫുഡ്വെയർ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സാൻഡൽസാണ്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ. നല്ല കളക്ഷൻസ് ആയിരുന്നു അവർ ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു അവിടുത്തെ എല്ലാ ചപ്പൽസും. പിന്നെ അവിടുന്ന് എടുത്തില്ല നമ്മൾ. പിന്നെയും 2-3 ഷോപ്പിലും കൂടെ ഒന്ന് കയറി ഇറങ്ങി നോക്കിയിട്ടൊക്കെയാണ് എടുത്തത്. കാരണം എന്നെക്കാളും സെലക്ഷനുള്ള ആളാണ് എൻ്റെ ഹസ്ബൻഡ്. ഇത് പിന്നെ ചുമ്മാ ഒരു വാച്ചിൻ്റെ ഒരു കൗണ്ടർ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ്. ഈ ഫാൻസി ടൈപ്പ് വാച്ചസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനല്ലേ. പിന്നെ നമ്മൾ ഷർട്ടിൻ്റെ ഒരു ഷോപ്പിലേക്ക് കയറി. ഇവിടെ മൊത്തം സംഭവം സ്റ്റോക്ക് മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് റഷായിരുന്നു ആ ഷോപ്പിലുണ്ടായിരുന്നത്. പിന്നെ അവരൊന്നും അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ടൈമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു കളർ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് നമ്മളെടുത്തു. നെക്സ്റ്റ് പാൻറ്റ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അത് തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സൈറ്റിൽ നന്നായിട്ട് റഷുണ്ട്. പക്ഷേ റൈറ്റ് സൈഡിലോട്ടുള്ള റോട്ടിൽ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പുറത്തൊരു കടയുണ്ട്, മെൻസ് മാൾ എന്ന് പറഞ്ഞിട്ട്. അവിടെ നല്ല എക്സ്റ്റീരിയറും ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പാണ്. എനിക്ക് പോസ് ചെയ്ത് തരാണ് അവിടുത്തെ സെയിൽസ്മാൻ, കണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു പാൻറ്റ് എടുക്കാൻ കയറിയിരിക്കുകയാണ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. ഇത് കേട്ടോ, കുട്ടി കുട്ടി പെബിൾസ് പോലെ അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും കാണാനായിട്ട്. പിന്നെ ഇതൊക്കെ എം സ്ട്രീറ്റിലെ കാഴ്ചകൾ. നമ്മളെ പുറത്തുള്ള എൻ്റെ വ്യൂവേഴ്സ്, യൂട്യൂബ് ഒരു വലിയ പ്ലാറ്റ്ഫോം അല്ലേ. അപ്പം നമ്മളെ കാലിക്കറ്റിലുള്ള മാത്രം ആളുകളല്ലല്ലോ ഇത് കാണാം. പുറത്തുള്ള ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം അവരും കാണട്ടെ നമ്മളെ കാലിക്കറ്റിലെ കാഴ്ചകളൊക്കെ. ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് മോസ്റ്റ് എന്ന കടയുടെ തൊട്ടിപ്പുറത്തൊരു സ്ട്രീറ്റ് ലൈഫ് എന്ന് പറഞ്ഞ കട കണ്ടോ. ആ ഒരു പേര് കറക്റ്റ് ഒരു ആപ്റ്റായിട്ടുള്ള പേരാണ്. കാരണം ഈ ഒരു സ്ട്രീറ്റ് ലൈഫ് നന്നായിട്ട് അതിനുള്ളൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ എം സ്ട്രീറ്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വന്തം മിഠായി തെരുവ്. അതിന് ഭയങ്കര കത്തെടുത്തു. നെക്സ്റ്റ് എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചൈനീസ് കടയിലേക്ക് കയറിയതാണ്. നന്നായിട്ട് അറേഞ്ച് ചെയ്തൊരു കടയായിരുന്നു അത്. ആ കടയിൽ കുറച്ച് കീ ചെയിൻസിൻ്റെ കളക്ഷൻസ് കണ്ടു. കുറച്ചല്ല, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ എം സ്ട്രീറ്റ് പോകണമെങ്കിൽ എന്തായാലും അവിടെ ആ ഒരു കടയിൽ പോയി നോക്കണം. 2 ബോട്ടിൽസിൽ കണ്ട ക്യൂട്ടായിട്ടുള്ള ടെഡി ബിയേഴ്സ്. നെക്സ്റ്റ് ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് തന്നെയാണ് നമ്മൾ പോയിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഒരു ഷർട്ടും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ കളേഴ്സൊന്നും പുള്ളിക്ക് ഇഷ്ടമാവുന്നില്ല.
ആ കടയിൽ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് വേറൊരു കടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീനറിയൊക്കെ ഉള്ളൊരു ഷർട്ട് കണ്ടു. പണ്ട് നമ്മൾ ഡ്രോയിങ്സിലൊക്കെ സ്ഥിരമായിട്ട് വരയ്ക്കാറുള്ള ഒരു പുഴ, കുറച്ച് തെങ്ങുകൾ, ആ ഒരു സീനറി അതേപോലെ ആ ഷർട്ടിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫുഡ് വെയർ എടുക്കാൻ വേണ്ടി കയറി. ഇങ്ങനെ ക്രോക്സിൻ്റെ മുകളിൽ ഇങ്ങനെ ഫാൻസി മോഡൽസ് ടൈപ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സ്റ്റിക്കേഴ്സ് പോലെ കുഞ്ഞു കുട്ടി മോട്ടീവ്സ് കൊടുത്തിട്ടുള്ള ഫുഡ് വെയർസ് നല്ല ഭംഗിയല്ലേ, നല്ലൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും അല്ലേ. നമുക്ക് കാലിലിട്ടാൽ എനിക്കൊന്നും അത് അധികം ചേരില്ലെങ്കിലും കാണാൻ നല്ല ക്യൂട്ടാ. ഉണ്ടടാ, ഉണ്ടടാ ഒരു ചുള്ളൻ ചെക്കനോക്ക് അതവിടെ നിൽക്കുന്ന പച്ച ഡമ്മി ഡമ്മി ഡമ്മിനൊന്നും അപ്പ. പിന്നെ SM സ്ട്രീറ്റിൽ നിന്ന് നേരെ നോക്കിയാൽ ട്രെയിൻ പോകുന്നത് കണ്ടോ? അത് അവിടെ നിന്നുള്ളൊരു കാഴ്ചയായിരുന്നു, ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പിയാണോ? SM-ൻ്റെ അകത്തുള്ള ഒരു തിയേറ്ററാണ് രാധ. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് പുറത്തുള്ളവർക്ക് അറിയില്ല അതിനകത്ത് ഒരു തിയേറ്റർ ഉള്ളത്. രാധ ഇപ്പോൾ മാജിക് ഫ്രെയിംസിൻ്റെ ഓണർഷിപ്പിലാണുള്ളത്, നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഓണർഷിപ്പിൽ. അതിനുശേഷം ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പോയി. എനിക്കൊരു സ്ലിംഗ് ബാഗ് വാങ്ങണമായിരുന്നു, അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ഗ്ലിറ്ററിങ് ഉണ്ടായിരുന്നു, സാധാരണ ലെതറിൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ നോർമൽ ലെതറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ടാസ്ക് ജീൻ എടുക്കാനാണ്, ഹസ്ബൻഡിൻ്റെ ജീൻ എടുക്കാനാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. കളേഴ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ ഫിറ്റിങ്സിലൊക്കെ എന്തൊക്കെയോ പ്രോബ്ലംസ്. ഇപ്പം മൊത്തം ലൂസ് ഫിറ്റ്സ് അല്ലേ, സോ അപ്പം പുള്ളിക്ക് ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്നത് വേണം. അപ്പോൾ അതിങ്ങനെ സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ്റെ സെലക്ഷൻസ് ഇങ്ങനെ നീണ്ടു പോയി. എന്താ പറയുക, ഞാനവിടെ പോസ്റ്റായി കുറേ നേരം നിന്നു. അവിടെ കട മൊത്തം കാലിയായി. ആ ഒരു ടൈമൊക്കെ ഏകദേശം ഒരു 12 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി. എന്നിട്ടും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നും. കടകളെല്ലാം ക്ലോസ് ആയി തുടങ്ങി. ഒരു ഞാൻ പറഞ്ഞില്ലേ 12 o'clock കഴിഞ്ഞു. അപ്പം ഓരോന്നായിട്ട് ക്ലോസ് ആയി തുടങ്ങി. അവിടെ കടയിൽ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് ഒരു 2 o'clock വരെ അവിടെ ഉണ്ടാവും, ലൈവായിരിക്കും SM. അപ്പോൾ ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ SM-ന്ന് പതുക്കെ ഇറങ്ങുകയാണ്. ഇനി നേരെ മാക്സിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ നേരെ മാക്സിലേക്ക് പോയി. അവിടെയും തിരക്കിനൊട്ടും കുറവില്ലായിരുന്നു, ഫുള്ളായിരുന്നു. ബില്ലിംഗ് സെക്ഷനൊക്കെ ഫുള്ളായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ബേസിക്സിൻ്റെ ഏതെങ്കിലും 2 ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ഒരു ലഗേജ് ബാഗ് നമുക്ക് അവർ ഓഫറിൽ തരുന്നുണ്ടായിരുന്നു. ആ കാണുന്ന ബാഗാണ് നമുക്ക് കിട്ടുക. 2 എണ്ണം എടുക്കണമായിരുന്നു ബേസിക്സിൻ്റെ ഏതെങ്കിലും 2 പ്രോഡക്റ്റ്. നമ്മളൊരു ഷർട്ടും ഒരു ജീനും എടുത്തു ബേസിക്സിൻ്റെ. ഇപ്പം നിങ്ങൾ കരുതും ആ ഗ്രീൻ ഷർട്ട് ഏട്ടനെടുത്തുനിന്ന്, പക്ഷേ അതും അവിടെ തന്നെ വെച്ചു ഗൈസ്. അത് ഇഷ്ടപ്പെട്ടില്ല. കുറേ നേരം അത് വെച്ച് നിന്ന് നോക്കി, മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറേ നേരം കൺഫ്യൂഷനായി നിന്നു. പക്ഷേ അതവിടെ തിരിച്ചു വെച്ചു. മാക്സിലെ ബില്ലിംഗ് കൗണ്ടറിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കല്ല, ബ്രാൻഡ് ഫാക്ടറിയിലേക്കാണ് പോയത്.
നെക്സ്റ്റ് നമ്മൾ കസിൻസിനൊക്കെ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ ബ്രാൻഡ് ഫാക്ടറിയിലേക്കാണ് വന്നത്. ഇപ്പോൾ ഫാഷൻ ഫാക്ടറി ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു നടക്കാവുള്ള. അവിടുന്ന് കുറച്ച് കസിൻസിനൊക്കെ കുറച്ച് ഡ്രസ്സസൊക്കെ എടുത്തു. അവിടെ ആൾ കുറവായിരുന്നു, എല്ലാവരും ടൗണിൽ തന്നെയായിരുന്നു ഉള്ളത്. അവിടെ ഏകദേശം ആളുകളൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയ സമയത്ത് അവർ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട്. എല്ലാവർക്കും സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ എൻ്റെ ഡ്രസ്സെല്ലാം എൻ്റെ കടയിൽ നിന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ ഹസ്ബൻഡിനും പിന്നെ കസിൻസിനും മാത്രമാണ് ഡ്രസ്സസൊക്കെ എടുത്ത്. അപ്പോൾ ആകെ ടയേർഡായിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു ഡേ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടാറ്റ ഒക്കെ തരുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്